കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഐ വാണ്ട് ടു ഗ്രീറ്റ് ഓൾ ഓഫ് യു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബ്രദർ ജോഫിൻ, നമ്മളെ പാട്ടുകൾ പാടിയെ നമ്മളെ പ്രൈസസിൽ നയിച്ച ബ്രദർ നെയ്റ്റ് ജോർജ്. ഐ സോ നെയ്റ്റ് ഇൻ ഡാലസ്, ബട്ട് ടുഡേ he did a great job. Continue in the grace of God. I pray that God will use you mightily in the coming days. And all the pastors who are joined this line, I want to extend my greetings to everyone. And also Pastor Eben, who gave this wonderful introduction. I thank God for everyone. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. The year 2024 is coming to an end. In few weeks, or we have only some days left. നമ്മുടെ ഈ വർഷം തീരാൻ പോവുകയാണ്. And normally this is also the time when a lot of churches are having fasting prayers going on. We also had, and I was counting that when we concluded yesterday, some of our people might have heard about 24 messages within a span of a week and a half. I'm sure അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ പലരുടെ സിറ്റുവേഷൻ എന്ന് എനിക്കറിയാം. നിങ്ങൾ ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടാണ് ആയിരിക്കുന്നത്. But tonight, so I will try to keep it very simple. അപ്പോൾ ഇനിയിപ്പം എനിക്കറിയാം, because we live in a world where I feel like we will have to give more answer to Jesus when we face him, because we hear a lot. നമ്മൾ ഒത്തിരി കേൾക്കുന്നവരാണ്. അപ്പോൾ അധികം കൊടുത്തവൻ്റെ അധികം കണക്കി ഒതുക്കുമെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഒത്തിരി കണക്ക് കൊടുക്കേണ്ടി വരും. Anyway, I'm so happy that this year has been very fruitful for SFCNA, and especially when it comes to നമ്മുടെ കാനഡയിലെ പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ, this year we were able to see that Toronto Church become a reality, and then Bible study ആരംഭിച്ചു. Pastor Eben has given already some updates. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു. ആസ് വി ലുക്ക് ഫോർവേഡ്, വി നീഡ് ടു റിയലി ഡു എ റിഫ്ലക്ഷൻ. നോർമലി ഡിസംബർ മാസം ഒക്കെ നമ്മൾ ഒത്തിരി ചിലരൊക്കെ ചിന്തിക്കുന്ന, എല്ലാവരും ചിന്തിക്കുന്ന അറിയത്തില്ല, ചിലരൊക്കെ ചിന്തിക്കുന്ന ഒരു മാസം കൂടാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ബട്ട് ഐ വാണ്ട് ടു സ്റ്റാർട്ട് ഓഫ് ബൈ സെയിങ് ദാറ്റ് വൺ ഓഫ് ദ ഏരിയ വെർ വി ഷുഡ് ഡു എൻ ഇവാലുവേഷൻ ഇസ് ഹൗ മച്ച് ഡിഡ് വി ഡു ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ ഈ വർഷം എങ്ങനെയായിരുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു അനലൈസിസ് വുഡ് ബി വെരി ഗുഡ്. മേ ബി ദാറ്റ് വിൽ ലീഡ് അസ് ടു മേക്ക് സം സോളിഡ് ഡിസിഷൻസ് ഫോർ ദ അപ്കമിങ് ഇയർ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ദാറ്റ് ഗോസ് അലോങ് വിത്ത് പ്രോബബ്ലി വാട്ട് ഐ എം ഗോയിങ് ടു ഷെയർ. SFCNA, as I said, I'm so happy. Things are going well, and we have new mission stations started this year. അതിനെല്ലാം ഞാനത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രെയർ ഈസ് എ ബിഗ് ഫോഴ്സ് ബിഹൈൻഡ് ഇറ്റ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് ദാറ്റ് ആസ് സംബഡി ഹു ഈസ് വെരി ക്ലോസ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഗോഡ് ഈസ് ഡൂയിങ് മൈറ്റി തിങ്സ് അമംഗ് us. And there is an upcoming mission trip we are planning in March, April. If anybody is interested, please the information was shared. It's SFCNA mission trip to Africa is coming up. So if anybody is interested, you can contact me. I can give you more information. I just wanted to mention that because sometimes WhatsApp is so much full of messages that we may ignore what's happening. And some people, send the same message to many groups, and we are part of many groups, and we tend to mute it and we ignore it. But if anybody has not seen it, I just want to tell you that SFCNA is having a mission trip coming up to Africa in the month of March. So just wanted to say that. We live in a challenging times. നമ്മൾ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണല്ലോ താമസിക്കുന്നത്. എസ്പെഷ്യലി പീപ്പിൾ, ഐ നോ ദാറ്റ് മെനി ഓഫ് അവർ ഡിയർ വൺസ് ഇൻ കാനഡ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ പല രീതിയിലുണ്ട്. US also people are encountering different challenges. Some have visa problems, job, family issues, and all the. We live in a very, very confusing world. Lot of things are happening. ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. So this evening, I want to start with a simple question. Why are you where you are? Why are you where you are? നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആയിരിക്കുന്നത്? Let's read a verse from the Bible. Or maybe a couple of verses. Turn with me to Acts chapter 13, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം, and I want to read verses 48 and 49. 48-49 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. It says, when the Gentiles heard this, they rejoiced and honored the word of the Lord,
and all who had been appointed to eternal life believed. The word of the Lord spread through the whole region. ജാതികളിൽ കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. The word of the Lord spread. Since last July, I had been speaking in all Sharon platforms this one verse, not this verse. Normally it's Acts 6:7. Today I don't want to read the same verse again. The central theme is the word of God spreads. ദൈവത്തിൻ്റെ വചനം എങ്ങും വ്യാപിച്ചു. ദൈവത്തിൻ്റെ വചനം വ്യാപിച്ചു. So I said we hear a lot of messages and all those things. അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ where I want to draw your attention tonight is where you are, it's not an accident. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഒരു അബദ്ധമല്ല. Lot of times when I go around, people ask me, even recently somebody asked if you had a choice, will you still live in Minnesota, because we are a little bit on the colder side. കാനഡയെ പോലെ തന്നെ ഞാൻ താമസിക്കുന്ന ചില തണുപ്പുള്ള സ്ഥലമാണ്. I said if I had my way, yeah, I will definitely think about it, but unfortunately I don't have my way. My boss have to tell me. എൻ്റെ യജമാനൻ പറയാതെ എനിക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. What I mean by that is, many times നമ്മൾ തന്നെ പല ഫാക്ടേഴ്സ് കണ്ടിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. Sometimes we may look at the climate ആയിരിക്കാം, ചിലപ്പം എക്കണോമി ആയിരിക്കാം, ചിലപ്പം വീടിൻ്റെ സൈസ് ആയിരിക്കാം, ചിലപ്പം പല പല ഫാക്ടേഴ്സ്. വി ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും വൈ ആർ വി ഹിയർ, ആൻഡ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളായിരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നത്. സംടൈംസ് കാനഡയിലൊക്കെ പല പ്രിയപ്പെട്ടവരും യു മേ ബി വെരി മച്ച് ഐസൊലേറ്റഡ് ഇൻ ദ പ്ലേസ് വെർ യു ആർ ലിവിങ്. ചിലപ്പോൾ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥകൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല കൂട്ടായ്മ ചിലപ്പോൾ കാണും. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്ത വരും, വൈ ആം ഐ വേർ ഐ ആം. But the Bible gives a very beautiful answer in Acts 17:26. From one man he made every nationality to live over the whole earth, and has determined their appointed times and the boundaries of where they live. എന്തുകൊണ്ടാണ് ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിനും അതിരുകൾക്കും കാലങ്ങളും നിശ്ചയിച്ചു. So one thing I want to tell you this evening, wherever you are, understand this fact that നിങ്ങൾ എവിടെ ദൈവം ആക്കിയിരിക്കും. നിങ്ങൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവെ നിന്റെ ഹിതം പോലെ എന്നെ നയിക്കണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ആദ്യമേ ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ലോട്ട് ഓഫ് പീപ്പിൾ ആർ വേസ്റ്റിംഗ് ദർ ലൈഫ് ജസ്റ്റ് ബീങ് ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അവർ പറയാം, ഞാൻ എന്തിനാണ് ഇവിടെ, എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയിരുന്നേനെ, ബിക്കോസ് other yard looks always greener, the grass is greener on the other side. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗൾഫിൽ ആയിരിക്കുന്നവർ പറയും അമേരിക്കയിൽ അമേരിക്കയിലെങ്ങാനും അല്ല കാനഡയിൽ പോയിരുന്നത് നല്ല എന്ന് പറയും. അമേരിക്ക വന്നവർ പറയും ഗൾഫാണ് നല്ലതെന്ന് പറയും. പിന്നെ അമേരിക്കയിലുള്ളവർ UK പോയിട്ട് വരുമ്പോൾ പറയും UK നല്ലതെന്ന് ചിലർ പറയാറുണ്ട്. അവർ അവിടെ ഇരിക്കുന്നവർ പറയും അമേരിക്ക. സോ ദർ ഈസ് ഓൾവേസ് വീക്ക്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലർ ഇപ്പോൾ പറയുന്നത് ഓസ്ട്രേലിയ ബെസ്റ്റ് എന്നാണ്. അപ്പോൾ ചിലർ പറയും ഇതൊന്നുമല്ല, ഇന്ത്യയാണ് ബെസ്റ്റ്, റൈറ്റ്? അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല ചിന്തകളാണ്. ബട്ട് this evening I want to challenge us in this aspect that നമ്മൾ കർത്താവെ നിന്റെ ഹിതം, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ എൻ്റെ മകനെ എൻ്റെ മകളെ നിന്റെ ഹിതം പോലെ നടത്തണമേ, ലീഡ് ദം അക്കോർഡിംഗ് ടു യുവർ പ്ലാൻ ആൻഡ് വിൽ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ്. നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥാനം ഒരു ആക്സിഡൻ്റ് അല്ല, അബദ്ധമല്ല. പിന്നെ എന്തിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്? Now that is where it says that God has determined. അപ്പോൾ തന്നെ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, the best and the safest place for you to be is the place where God has placed you. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സിറിയയിൽ നമുക്കറിയാം, റീസെൻ്റ്ലി സംതിങ് ഹാപ്പൻഡ് ഇൻ സിറിയയിൽ പോയ ഒരു മലയാളി മിഷണറിയെ പറ്റി എന്നോട് പറഞ്ഞു. സിറിയയിൽ നിന്ന് അദ്ദേഹം പാസ്പോർട്ട് വിസ റിന്യൂ ചെയ്യാൻ ഇറാഖിൽ പോയിരിക്കുകയായിരുന്നു. അന്നേരമാണ് സിറിയയിലെ ആ പ്രശ്നമെല്ലാം ഉണ്ടായത്.
അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് സിറിയയിൽ അത്രയും പ്രതിസന്ധികളുടെ മധ്യത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി. സോ എ പേഴ്സൺ, എ മിഷണറി ഫ്രം ഇന്ത്യ ഹു വാസ് സർവിങ് ഇൻ സിറിയ went to Iraq to get his his visa renewed, and now he's stuck in Iraq, but he's asking for prayers not to somehow reach India, but he's asking prayers for somehow to reach back to Syria so that he can continue to serve the Lord. I was really challenged by what I heard. നമ്മൾ എപ്പോഴും സുരക്ഷിതം താല്പര്യപ്പെടുന്നവരാണ്. We want security. We are always thinking about how much we can be secure, how much we can be isolated from the problems of this world. ലോകത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു മുമ്പ് വരാം. I know the time is short in front of us, so let me quickly move forward, otherwise I won't justify the verse we have read here. So the context in which this verse is written, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, Apostle Paul and Barnabas is on their first missionary journey. അവർ ആദ്യത്തെ മിഷണറി ജേണി പൊയ്ക്കൊണ്ടിരിക്കുക. So there are two Antiochs mentioned in the New Testament, at least the two main Antiochs. ഞാൻ പലവട്ടം പലയിടത്തും നമ്മുടെ I always spoke about an Antioch, which is the Antioch from where Paul and Barnabas മിഷണറിമാരായി പോയ അന്ത്യോക്യ സഭയെ പറ്റി. that's one of my favorite subjects to ever speak, and also അന്ത്യോക്യ സഭയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഭ, like even more than Jerusalem, for the reason that they were very much a mission-minded church. Not going into the details. That's Antioch of Syria. But this is the Antioch of Pisidia. There are two different places. Always remember, there is a biblical principle that if you sow, you will reap. അത് ലോകത്തിൻ്റെയും ഒരു പ്രമാണമാണെങ്കിൽ പോലും ബൈബിൾ പറയുന്നത് വിതച്ചാൽ നീ കൊയ്യും, നല്ലത് വിതച്ചാൽ നീ കൊയ്യും. Many times we get discouraged in ministry. Many times നമ്മൾ ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കറേജ് ആയി പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ വിശ്വസ്തയോടെ എവിടെയെങ്കിലും വിതച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൊയ്ത്ത് നടക്കും. നിങ്ങളുടെ കാലഘട്ടത്തിൽ, നിങ്ങളുടെ തലമുറയിൽ നടന്നില്ലെങ്കിൽ പോലും നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, നിങ്ങൾ വിതച്ചതൊന്നും തന്നെ വൃഥാവല്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ബൈബിൾ പറയുന്നത്, കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ നീ കൊയ്യും. സോ ആ വിതയ്ക്കുന്നത് കണ്ണുനീരും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ആണ് ദർ ഈസ് ഗോയിങ് ടു ബി എ ഹാർവെസ്റ്റ്. കുറച്ച് കാലഘട്ടത്തിലേക്ക് നമുക്ക് ശൂന്യത കണ്ടാലും, there may be absolute silence for some time, but the Bible gives us the guarantee, and if we are believing upon the word of God, ദൈവവചനത്തെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, we can be assured that okay, I am going to see a harvest. ഞാനൊരു കൊയ്ത്ത് കാണും. ഇനി ഞാൻ കണ്ടില്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത തലമുറ, എൻ്റെ മക്കളാവണമെന്നില്ല, പക്ഷെ അടുത്ത ദൈവരാജ്യത്തിൽ വരുന്ന ഒരു തലമുറ അവർ ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. സോ ആ ഒരു അഷ്വറൻസ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെ വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ദൈവസഭകൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ചെയ്തു, എനിക്ക് വേണ്ട ക്രെഡിറ്റ് കിട്ടിയില്ല. I am doing something, I am not being recognized as people should recognize me. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? Because we are sowing for wrong reason. If we are sowing for the right reason, നമ്മൾ വിതയ്ക്കുന്നത് റൈറ്റ് ഇൻറ്റൻഷനോട് കൂടെയാണെങ്കിൽ, കൊയ്ത്ത് നമ്മൾ എടുത്താലും എടുത്തില്ലെങ്കിലും നമുക്ക് സാരമില്ല. നമ്മൾക്ക് ഒരു കാര്യം മാത്രമേ വിഷയമുള്ളൂ, യജമാനന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ എന്ത് ചെയ്യുക? We are sowing in faithfulness. That should be a mentality which should be there in all people of God. ദൈവജനത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത എപ്പോഴും കാണണം. Now, this Antioch of Pisidia ministry is a significant episode in his first missionary journey. പൗലോസിൻ്റെ ആദ്യത്തെ, അല്ലെങ്കിൽ പൗലോസ് ബർന്നബാസും എടുത്ത ആദ്യത്തെ മിഷണറി ജേർണിയിൽ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണത്. Now, it was an important city in the modern Turkey. This Antioch we are talking, it was a Roman colony. It was a very strategic location. And Paul chooses this place to spread the gospel, and it had a diverse population and political significance at that time. നമ്മളെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം. And during the first missionary journey, Paul and Barnabas reaches there, and just before going here, Mark deserted them, and when Marcos അവരെ വിട്ടിട്ട് പോയതിനു മുമ്പാണ്. Anyway, that is not going to something, but I just giving a context. Now, the mission was, of which God gave to Paul and Barnabas, was to spread the message to both Jews and Gentiles. Now, one of the thing I want to tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, lot of times our passion for mission is driven by different reasons. But if we really want to have a heart for the lost, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ പറ്റി ഒരു ഹൃദയം നമുക്ക് വേണമെങ്കിൽ, what I have found is we need to get closer to God or closer to Christ.
It was Henry Martin who said, the spirit of Christ is a spirit of missions. The nearer we get to him, the more intensely missionary we become. യേശുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു മിഷണറി ആത്മാവാണ്. നമ്മൾ യേശുവിനോട് എത്ര അടുക്കുമോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്ര അടുക്കുമോ, അത്രയും ഒരു ഇൻറ്റൻസ് മിഷണറിമാരായി മാറും. മിഷണറി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുന്നതല്ല, അത് മാത്രമല്ല, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ ഒഫീഷ്യൽ വേ വി അണ്ടർസ്റ്റാൻഡ്. ബട്ട് മോർ ദാൻ ദാറ്റ് യു നീഡ് ടു ഹാവ് എ ഹാർട്ട്. ഒരു ഹൃദയം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. എന്താണ്? ഒരു വലിയ സമൂഹം തന്നെ യേശുവിനെ കൂടാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നൗ the dynamics of mission has changed. I will tell you why I am saying this when I come to a conclusion. നിങ്ങൾ ഓർക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. But I will come to a conclusion here. When I come to the conclusion, we'll look into that. നമുക്ക് നോക്കാനും പറ്റും. അപ്പോൾ so it happened like this. There's an interesting story. One of my favorite missionaries in my life who have challenged me is Adoniram Judson. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് മ്യാൻമാറിൽ പോയ ഒരു മിഷണറി ആയിരുന്നല്ലോ. So in 1812, Adoniram Judson sold everything and boarded a ship to India, but he could not go to India. He ended up in Burma. I had the privilege to actually go and see the college which he established at that time. It is now more, they changed the name and all, but it is still there. But 1812, he left US after selling everything. 30 years later, he came back. He came back after 30 years, that for a short term. He left US, went, came back for a short term trip, and he went back, and 1850 he died. Now, fast forward 2012, 2012, let's say Tony went for a missions. Tony did a bake sale, ഒരു bake sale നടത്തി. അത് കഴിഞ്ഞ് പുള്ളി 2 weeks he went on a mission trip. And when he went on a mission trip, he had a return ticket in his hands. He had made all the arrangements. Everything was set. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. നേരെ പോകുക, അവിടെ ചെല്ലുക. പ്രോഗ്രാംസ് വെയർ ഓൾ സെറ്റ്. പ്രോഗ്രാം എല്ലാം സെറ്റായിരുന്നു. റിട്ടേൺ ടിക്കറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹം 2 ആഴ്ചത്തേക്കിന് പോയി മടങ്ങി വന്നു. പിന്നെ ഒരിക്കലും പോയുമില്ല. In 1980, about 25,000 പേരോളം അമേരിക്കയിൽ നിന്നും ഷോർട്ട് ടേം മിഷൻസിന് പോയി. അത് പിൻകാലങ്ങളിൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് more than 1 million people go on short term trips. More than 1 million people go on short term trips. So I will get to that. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, the gospel has to spread in all part of the world. സുവിശേഷം ഇന്നും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇപ്പം എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് SFCNയുടെ കാര്യം നമുക്ക് സംസാരിക്കാം, അമേരിക്കയുടെ കാര്യം സംസാരിക്കാം. അമേരിക്ക ഓർ നോർത്ത് അമേരിക്ക is one of the largest mission fields in the world. ഇപ്പം ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് ആഫ്രിക്കയ്ക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന്. അത് നല്ല കാര്യമാണ്, അതായത് ഷോർട്ട് ടേം ട്രിപ്പ്. പക്ഷേ I want to challenge everyone that we have to understand that even when people went as captives ആയിട്ട് ബാബിലോണിൽ പോയവരിൽ കൂടെയും ദൈവം ആ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തായിട്ട് നമുക്ക് ബൈബിളിൽ വായിക്കുന്നുണ്ട്. So we have to come to this realization that we did not reach Toronto. നമ്മൾ ടൊറോണ്ടോയിൽ എത്തിയതോ, ഹാമിൽട്ടണിൽ എത്തിയതോ, ന്യൂയോർക്കിൽ എത്തിയതോ, ചിക്കാഗോയിൽ എത്തിയതോ, റൈറ്റ്, ഡാലസിൽ, ഇറ്റ് ഈസ് നോട്ട് ബൈ ആൻ ആക്സിഡൻറ്റ്, but it is within the plan of God. ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിക്കകത്താണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, if that is the case, what are we supposed to do? നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്, ചെയ്യുന്നവരെ ഞാൻ ഒരു എൻകറേജ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി. That is the leading I got from the Lord to share with you. അപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലം, right? Now the question is, how are we looking at that place? നമ്മൾ എങ്ങനെയാണ് സ്ഥലത്തെ കാണുന്നത്? When we look around, what we see, നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മനോഹരമായിരിക്കുന്ന ബിൽഡിങ്സ്, സമ്മർ ഈസ് ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ കാർസ്, നല്ല നല്ല വീടുകൾ, അതാണോ കാണുന്നത്? അതോ അതിൻ്റെയൊക്കെ അപ്പുറത്ത്, ആസ് പീപ്പിൾ ആർ വാക്കിംഗ് അറൗണ്ട് us, there is something deep inside, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ പറയുന്നു, ഈ ജനസമൂഹം യേശുവിനെ കൂടാതെ ഒരു നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഡു വി ഫീൽ അബൌട്ട് ഇറ്റ്? നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്?
Now, somebody said, somebody was telling, it's not somebody saying, I just want to bring a thought in front of you. We as believers are very particular about taking care of social needs. റൈറ്റ്. ഇപ്പോൾ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺസേൺ ഉണ്ട്. നമ്മളൊരു ഫണ്ട് റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നീഡ് വരുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ലോട്ട് ഓഫ് ചാരിറ്റി വർക്ക്. അത് നല്ല കാര്യം തന്നെ. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് എനിത്തിങ് റോങ്. But I want to tell you something. All the charity work we do is bringing temporary relief to people, but still it is not going to solve their eternal problem. Eternal problem. For solving the eternal problem, നിത്യതയെ ബാധിക്കുന്ന വിഷയത്തിന് പരിഹാരം വരണമെങ്കിൽ there is no other choice. We have to deal with the consequences of sin, and we need to bring Jesus to those people. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. Even as we do charitable things, അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ആസ് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഒരു ഭാരമുണ്ടായിരിക്കണം. സംവെയർ ഡീപ്പ് ഇൻസൈഡ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ കൺസേൺസിൻ്റെ മുകളിൽ നിൽക്കേണ്ട ഒരു കൺസേൺ ഉണ്ടായിരിക്കണം. നശിച്ചു പോകുന്ന ഒരു വലിയ ജനസമൂഹം. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ക്രൂസൈഡ് നടത്താൻ പറ്റത്തില്ലായിരിക്കാം. യു മേ നോട്ട് ബി ഏബിൾ ടു ഡു എ ക്രൂസൈഡ് ഇൻ യുവർ സിറ്റി. ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ പറ്റും. എന്താണ്? യു ക്യാൻ ഡു എ പ്രെയർ വാക്ക്, യു ക്യാൻ ഡു എ ഡ്രൈവ്, പ്രെയർ ഡ്രൈവ്, യു ക്യാൻ ഡു സംതിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറയുന്നു, ഇഫ് യു ഡു ദാറ്റ്, you are going to see the city being transformed. നിങ്ങളായിരിക്കുന്ന പട്ടണത്തെ നിങ്ങൾക്ക് ഇളക്കി മറിക്കുവാൻ പറ്റും. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. Because Jesus who is inside of you is greater than the one who is in this world. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. സോ പൗലോസിന്റെ സെർമൺ അവിടെ ഉണ്ട്. അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെർമണാണ്. I just want to say, he starts with a historical context, then he goes into Jesus as the fulfillment of the promise God made. Then he talks about the crucifixion and resurrection of Jesus Christ. He's preaching that in the synagogue. But where I want to draw your attention is, what was the response to this Paul's long message? പൗലോസിന്റെ ആ സന്ദേശത്തിന് കിട്ടിയ റെസ്പോൺസ് എന്തായിരുന്നു? I want to bring that three things in front of you. Number one, the initial response was, there were a lot of people who were interested. ഒത്തിരി പേര് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. എസ്പെഷ്യലി ജെൻറ്റൈൽസ്, ജാതികളായിരിക്കുന്ന പലരും ആ സുവിശേഷത്തിൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചു. അവർ പിന്നെയും അടുത്ത ശബദനാളിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ 42, 43 വാക്യങ്ങൾ 13-ാം അധ്യായത്തിന് നോക്കുമ്പോൾ we will come to know. And the lot of Jews were also intrigued by the what Paul and Barnabas was sharing. Now, next thing happens is, അടുത്ത വാക്യത്തിൽ 44-45 വരുമ്പോൾ there is a growing opposition. അതിന് പ്രതികൂലം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. The crowd gathered to hear Paul, but Jewish leaders filled with jealousy and they started creating problem. അപ്പോൾ oppositions വന്നു. മൂന്നാമത് we see that what happens is, opposition വന്നപ്പോൾ Paul and Barnabas turn towards Gentiles. അവരവരുടെ മിഷൻ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തിട്ട് ജാതികളിലേക്ക് പോകുന്നു. And there was a prophetic mandate which was getting fulfilled of God's salvation coming to all nations. എല്ലാ രാജ്യക്കാർക്കും സുവിശേഷം എത്തുന്ന ആ മാൻഡേറ്റ് നമുക്ക് അവിടെ ഫുൾഫിൽ ആകുന്നത്. Again we can see that ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ ജാതികളിൽ സുവിശേഷം അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ ആ ജനത്തിന് വളരെ സന്തോഷമുണ്ടായി. They were all filled, rejoiced. That's what we read in the beginning, verse 48, which says that the Gentiles heard this, they rejoiced and honored the word of God. അവർക്ക് വളരെ സന്തോഷമുണ്ടായിട്ട് അവർ ദൈവവചനത്തെ ആദരിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ, those who are appointed for eternal life, what it say, they believed. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ ദൈവം ഒരു പട്ടണത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം വേണം. യു ഷുഡ് ഹാവ് എ ബിലീഫ് ദാറ്റ് ഇൻ ദ സിറ്റി വേർ ഗോഡ് ഹാസ് പ്ലേസ്ഡ് മീ, എന്നെ ദൈവം ആക്കിയിരിക്കുന്ന പട്ടണത്തിൽ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ട അനേകരെ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ നിത്യജീവൻ വരണമെങ്കിൽ ഐ ആം എൻ ഇൻസ്ട്രുമെന്റ്, ഐ ഹാവ് ടു ബി എൻ ഇൻസ്ട്രുമെന്റ്. ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങൾ ഒരു ആയുധമായി മാറണം. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഈ സുവിശേഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ബേർഡൻ അല്ല. ഒരാളെ കൺവേർട്ട് അല്ലെങ്കിൽ ഒരാളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ടോട്ടൽ ബേർഡൻ ഈസ് നോട്ട് ഓൺ അവർ ഹെഡ്. അത് നമ്മുടെ തലയിലുള്ളതല്ല.
നമ്മളെ ഒറ്റ ഒരു ബേർഡനേ ഉള്ളൂ, ഒന്ന് എഴുന്നേറ്റ് ഈ വചനം പ്രസന്റ് ചെയ്യുക എന്ന് മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. അപ്പോൾ ആ പ്രസന്റ് ചെയ്യുന്ന സുവിശേഷത്തിൽ കൂടെയാണ് ദൈവാത്മാവ് പ്രവർത്തിച്ചാണ് ജനങ്ങൾ മുമ്പോട്ട് കടന്നു വരുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അൺലെസ് സംബഡി സ്പീക്സ് ഹൗ വിൽ സംബഡി ഹിയർ, അൺലെസ് ദേ ഹിയർ. നമ്മളാരും പ്രസംഗിച്ചില്ലെങ്കിൽ എങ്ങനെ ജനം കേൾക്കും? കേൾക്കാതെ അവരെങ്ങനെ വിശ്വസിക്കും? അവരെങ്ങനെ ദൈവഭാഗത്ത് കടന്നു വരും? അപ്പോൾ ആസ് ദിസ് ഇയർ ഈസ് കമ്മിങ് ടു ആൻ എൻഡ്, 2024 ഈസ് കമ്മിങ് ടു ആൻ എൻഡ്, ഐ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ആദ്യമേ തന്നെ ചോദിച്ചായിരുന്നു. നമ്മുടെയൊക്കെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒത്തിരി ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദ്യമേ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ദൈവം തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ദൈവം ഒത്തിരി നല്ല നല്ല ഫെസിലിറ്റീസും ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ വാട്ട് ഐ ആം ചലഞ്ചിങ് ദിസ് ഈവനിങ് ഈസ്, നമ്മൾ 2024 പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വി നീഡ് ടു ഇവാലുവേറ്റ്. നമ്മൾ എത്ര പേരോട് ഈ സുവിശേഷം എത്തിച്ചു? നമ്മളെ കൊണ്ട് കഴിഞ്ഞു? എനിക്കറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും യു ഹാവ് ഡൺ ഇറ്റ്, റൈറ്റ്? ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് യു മോർ. അടുത്തൊരു വർഷം 24 വരുമ്പോൾ, 25 നാം പ്രവേശിക്കുമ്പോൾ, കർത്താവ് വരാൻ താമസിക്കുന്നു. ഇഫ് ജീസസ് ക്രൈസ്റ്റ് കമ്മിങ് ടാരീസ്, വി എൻ്റർ ഇൻ ടു ദ നെക്സ്റ്റ് ഇയർ. എവ്രി വൺ ഷുഡ് ടേക്ക് അപ്പ് ദിസ് മാൻഡിൽ. I am actually encouraging, I don't know, whenever I get a forum, this is what I want to tell the whole SFCNA community. Every church planned one more church. ഒരു സഭ വേറൊരു ചർച്ച്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എങ്ങനെയെങ്കിലും ഇത് ഉള്ളത് എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന്. പക്ഷെ അതൊരു കൺസ്ട്രെയിൻ മെൻറ്റാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ അകത്തൊരു ദൈവാത്മാവിൽ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ അകത്ത് വേണം, കർത്താവ് നിന്റെ വചനം പവർഫുൾ ആണ്. ദ ഗോസ്പൽ മെസ്സേജ് ഹാസ് ദ പവർ. ദൈവ വചനത്തിന് ശക്തിയുണ്ട്. ഇന്നും യേശുവിൻ്റെ സുവിശേഷം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞത്, ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത്, ആക്ച്വലി ഐ നോ ദിസ് മാൻ ഓഫ് ഗോഡ് വെരി വെൽ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്രൂസൈഡ്, ഒരു 1 വീക്ക് ഔട്ട്റീച്ച് മീറ്റിംഗ്സ് നടന്നപ്പോൾ 24,000 പേരാണ് യേശുവിങ്കലേക്ക് കടന്നു വന്നത്. വിത്തിൻ എ വീക്ക്, ഒരാഴ്ച കൊണ്ട് വന്നവരുടെ നമ്പർ ഈ പറയുന്നത് 24,000. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദ പ്രോബ്ലം വാസ് അവിടുത്തെ സഭകൾ റെഡി അല്ലായിരുന്നു. They were not prepared to receive 24,000 new people into the churches. They didn't have the infrastructure or any of those things. They didn't plan well. അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇത്രയും വലിയൊരു സിറ്റി വൈഡ് ഒരു ഔട്ട്റീച്ച് നടത്തിയപ്പോൾ അവരുടെ അകത്ത് ഒരു ഇത്രയും വിശ്വാസമൊന്നുമില്ലായിരുന്നു. അവരടുത്ത് കുറച്ച് പേര് വരുമായിരിക്കും. പക്ഷേ ഗോഡ് സ്പിരിറ്റ് മൂവ്, ദൈവാത്മാവ് മൂവ് ചെയ്തിട്ട് ആ ഒരൊറ്റ വീക്കിലെ ഔട്ട്റീച്ച് കൊണ്ട് 24,000 പേരാണ് വിശ്വാസത്തിൽ വന്നത്. ഞാൻ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ നമ്മുടെ സമൂഹത്തെ നോക്കിയിട്ട്, സോറി ടു സേ ദിസ് വേ, നമ്മുടെ ഉണങ്ങിപ്പോയ കുറേ അനുഭവങ്ങളും ചർച്ചസിനെയും ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, ഈ കാലത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല, ഈ കാലത്തൊന്നും നടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, പെന്തക്കോസ് നാളിലെ 3,000 പേരുടെ നമ്പറും പിടിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും നിൽക്കുന്നു. ദാറ്റ് ഈസ് ഗ്രേറ്റ്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിലും ഈ തലമുറയിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവം ആയിരക്കണക്കിന് ജനത്തെ തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ബട്ട് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മൾ താമസിക്കുന്ന പട്ടണത്തിലും സംഭവിക്കും എന്നുള്ള ഒരു ഉറപ്പും നമ്മുടെ അകത്ത് വേണം. ഒരു വിശ്വാസം, ഒരു പ്രാർത്ഥനയൊക്കെ വേണം. ജീസസ് said, ask and it shall be given to you. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രശ്നം നമ്മൾ ചോദിക്കത്തില്ല. നമ്മൾ ചോദിക്കുന്നതെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ മൈൻഡിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിക്കുകയുള്ളൂ സുവിശേഷത്തിൻ്റെ വിഷയം വരുമ്പോൾ. കാരണം നമ്മൾ എത്ര പറയും, കർത്താവേ, ഞാൻ ഉൾപ്പെടെ ഞാൻ പറയും, കർത്താവേ, അടുത്ത വർഷം ഒരു 10 ആത്മാക്കളെ, പക്ഷേ എനിക്കാണ് അതിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ 10 ആത്മാക്കളെ തരണമെന്ന് ചോദിക്കുക. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ മിഷൻ, വി നീഡ് ടു ഹാവ് ബോൾഡ് പ്രേയേഴ്സ്. നമുക്ക് ബോൾഡായിട്ടുള്ള പ്രാർത്ഥനകൾ വേണം. I want to encourage SFCNA. എനിക്കറിയാം, ലോട്ട് ഓഫ് ലീഡേഴ്സ് ആർ ലിസണിങ്, ഓർ പാസ്റ്റേഴ്സ് ആർ ലിസണിങ്. വെൻ യു പ്രേ, പബ്ലിക്കലി പ്രാർത്ഥിക്കാൻ പേടിയുണ്ടെങ്കിലും ഉള്ളിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. God, I want the churches to be, number of churches to be doubled. I want us to make a big impact in the nation, in the city where God has kept us. ഞങ്ങളെ ആക്കിയിരിക്കുന്ന ദേശത്തെ, പട്ടണത്തിൽ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിലേക്കാട്ടിലും ശക്തമായ ഒരു പ്രവാഹം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള ആഴമേറിയ ഒരു പ്രാർത്ഥന നമ്മുടെ അകത്തുണ്ടായിരിക്കണം. And I believe when we pray, it is going to happen. Why not? Let us believe. ഹാമിൽട്ടണിൽ ശക്തമായ ദൈവപ്രവർത്തി നടക്കട്ടെ, ടൊറോണ്ടോയിൽ ശക്തമായ ദൈവപ്രവർത്തി നടക്കട്ടെ. ഇതുവരെ നമ്മൾ എത്തിച്ചേരാത്ത അനേക പട്ടണങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. കാരണം ഒന്നുമല്ല, നമ്മളിൽ ശക്തി ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ പ്രസംഗിക്കുന്ന ക്രിസ്തു
the gospel we carry, the word we carry, it has got the power to transform communities, it has got the power to transform nations, and it is still doing it. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ആഴമേറിയ വിശ്വാസം വേണം. അതായത് കർത്താവ് ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, there was a mixed reaction. Some people believed upon the word of God. What happens is it had an enduring influence. ഒരു ഇൻഫ്ലുവൻസ് അവിടുത്തെ പ്രവർത്തനം കൊണ്ടുണ്ടായി. ഒപ്പോസിഷൻസ് വന്നെങ്കിലും അവിടെ പ്രവർത്തനം മുമ്പോട്ട് തന്നെ പോവുകയുണ്ടായി. And what we see in the following verses is, even though Jewish people created problem, യഹൂദന്മാർ അവിടെ പ്രശ്നമുണ്ടാക്കി, it says that Paul and Barnabas were expelled from the district. ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അവരെ പുറത്താക്കിയെന്ന് 50-ാം വാക്യം പറയുന്നെങ്കിലും, they went from there and went to Iconium. അവർ ഇക്കോണിയമിൽ പോയെങ്കിലും verse 52 says the disciples were filled with joy and Holy Spirit. പരിശുദ്ധാത്മാവിനാലും സന്തോഷത്താലും ജനം നിറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ എക്സ്പെൽ ചെയ്താലും സുവിശേഷത്തെ എക്സ്പെൽ ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ഗാഡ്. പൗലോസിനെയും ബർണബാസിനെയും പിസിദിൻ ആന്റിയോക്കിൽ നിന്ന് പുറത്താക്കി അവരോട് ഇവിടെ കയറില്ലെന്ന് പറഞ്ഞാലും അവർ പ്രസംഗിച്ച സുവിശേഷം പിന്നെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായ ശിഷ്യന്മാരിൽ കൂടെ ദൈവം ദാറ്റ് ഈസ് എ ഹോൾ ഹിസ്റ്ററി ആൻഡ് ദ സ്റ്റോറി ഓഫ് ദ മിഷൻസ്. എന്താണ്? ഹല്ലേലൂയ. ആരൊക്കെയോ പോയി വിതച്ചു. ചിലപ്പോൾ അവരെ പുറത്തു വിട്ടെങ്കിലും ഹല്ലേലൂയ ഈ മാർഗം അവസാനിപ്പിച്ചില്ല. അപ്പം ഞാൻ അവസാനം കൺക്ലൂഷനിലോട്ട് വരാം. ഇപ്പം നമ്മൾ തുടങ്ങിയ വൈ ആർ യു വേർ യു ആർ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്തുകൊണ്ടാണ് നിങ്ങളായിരിക്കുന്നത്? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി ഞാൻ പറയാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനം നിങ്ങളാകാൻ തന്നെ കാരണം ദൈവത്തിന് നിങ്ങളെപ്പറ്റി ആ പട്ടണത്തിലൊരു ഉദ്ദേശമുണ്ട്, ആ ദേശത്തൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗാഡ്. എന്താണ്? നിങ്ങളുടെ ജോലിക്കപ്പുറം, നിങ്ങളുടെ മറ്റ് അസൈൻമെൻറ്റ്സിനൊക്കെ അപ്പുറം, എഡ്യൂക്കേഷൻ്റെ അപ്പുറം നിങ്ങൾ ദൈവകാര്യങ്ങളിലേക്ക് അൺകണ്ടീഷണലായിട്ട് സമർപ്പിച്ചാൽ, ഗോഡ് ഹാസ് എ പർപ്പസ്, ഗോഡ് ഹാസ് എ പ്ലാൻ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ പറയണം, കർത്താവേ, ഐ ബിലീവ്, ഐ നോ ഗാഡ്, ഐ ഡോണ്ട് ഹാവ് എനി സ്ട്രെങ്ത്. എനിക്ക് വിസ്ഡം ഇല്ല കർത്താവേ, എനിക്ക് നോളജ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നീ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നത് സാക്ഷിയാകാൻ വേണ്ടിയാണ്. വിറ്റ്നസ്, ഹോളി സ്പിരിറ്റ് ഹാസ് ബീൻ ഗിവൺ ടു മീ സോ ദാറ്റ് ഐ മേ ബിക്കം എ വിറ്റ്നസ്. നമുക്കിങ്ങനെ പറയാൻ പറ്റും, കർത്താവേ, എന്നെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്? സുവിശേഷം പുറത്തു പോയി പ്രസംഗിക്കാൻ ദൈവം കൃപ വന്നിട്ടുണ്ട്, അത് പ്രസംഗിക്കുക. ട്രാക്റ്റ് കൊടുക്കാൻ ദൈവം കൃപ വന്നിട്ടുണ്ട്, അത് പോയി കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദേശത്തെപ്പറ്റി ഒരു ഭാരം നിങ്ങൾ ഏറ്റെടുക്കുക. നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി ഒരു ഡീപ്പ് ബേർഡൻ നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ കൊണ്ടുവരട്ടെ. പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, അഡോണിറാം ജഡ്സൺ 1812 he went as a missionary. He came back 30 years later. He sold everything and went. Today people go after selling some cookies and other things and collecting some money, whatever way they go, they come back. God has brought many of us all the way from other part of the world. മറ്റ് ഈ ലോകത്തിൻ്റെ ഭൂഖണ്ഡത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇവിടെ ദൈവം നമ്മളെല്ലാം കൊണ്ടുവന്നു. ഒരുപക്ഷെ നമ്മൾ എല്ലാം വിറ്റുപറിക്കുകയല്ലായിരിക്കും വന്നത്, പക്ഷേ ചിലരുടെ കണ്ടീഷൻ അങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ. They take lot of huge financial debt to come to this land. എങ്ങനെ ആയാലും നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ let us commit our lives. നമുക്ക് നമ്മുടെ ജീവിത ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പറയാം. ഞാൻ പറയട്ടെ, നമ്മളെ ദൈവം കൊണ്ടുവന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ. നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ കൂടാനും അങ്ങനല്ല. അത് കൂടണം, ദാറ്റ്സ് ഗുഡ്, ദാറ്റ് ഈസ് ഫോർ എൻകറേജ്മെൻറ്റ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നിങ്ങളൊരു ചർച്ചിലോ അല്ല എവിടെയെങ്കിലും പോയി വന്നു അങ്ങനല്ല. പക്ഷേ ഒരു ബേർഡൻ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളകത്ത് ഒരു നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ പറ്റി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് തണുപ്പത്ത് ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിൽ ഞാൻ വസ്ത്രം കൊടുക്കാം. വസ്ത്രം കൊടുത്ത് അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് മേടിച്ച് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തണുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ കിട്ടും. പക്ഷേ അദ്ദേഹത്തിന് നിത്യനാശത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ കിട്ടുന്നില്ല. നിത്യമായി താൻ കടന്നു പോകാൻ പോകുന്ന ആ ഒരു അനുഭവത്തിൽ തന്നെ വിടുവിക്കണമെങ്കിൽ യേശുവിൻ്റെ സുവിശേഷത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ജാക്കറ്റ് കൊടുക്കണ്ടെന്നല്ല, അതായിരിക്കും നമുക്കൊരു മീനായിട്ട് തന്നെ. പക്ഷെ അവിടം കൊണ്ട് നിർത്താതെ, കർത്താവേ, എൻ്റെ പട്ടണത്തിൽ ഒരു ദൈവപ്രവൃത്തി അയക്കണമേ. അതിനാദ്യമായിട്ട് വേണ്ടെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വി നീഡ് ടു ലവ് അവർ സിറ്റി. നമ്മുടെ അകത്ത് നമ്മുടെ പട്ടണത്തെ പറ്റി ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ പട്ടണത്തെ പറ്റി നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ഒരിക്കലും അവിടെ ഒരു മിഷണറി ആകാൻ ഒക്കത്തില്ല.
right? Today I am proudly saying I love my twin cities. I love Minneapolis, St. Paul. I love Minnesota. You know why? എന്തുകൊണ്ടാണെന്നറിയാമോ? I love for one reason. Because I know ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. And within the big plan of God, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Right? Everyone, നമ്മൾ പറയണം, ഞാൻ ആയിരിക്കുന്ന പട്ടണം, ദൈവം എന്നെ ഇവിടെ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ എൻ്റെ സ്നേഹം മാറിയെന്നിരിക്കും. But as long as I am living in this place, I will be standing in gap for the perishing souls. നഷ്ടപ്പെട്ട് എൻ്റെ പട്ടണത്തിൽ നാശത്തിലേക്ക് പോകുന്ന ജനത്തിന് വേണ്ടി ഞാൻ ഇടിവ് നിൽക്കും. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. റിമെമ്പർ, നമ്മളിപ്പോൾ പലപ്പോഴും 2 ആഴ്ച 3 ആഴ്ചത്തേക്കിനല്ലയോ നമ്മൾ ഇന്ത്യയിലൊക്കെ പലപ്പോഴും പോകാറുള്ളൂ. അല്ലെ 1 ആഴ്ച പോകും, അല്ലെ പിന്നെ പാസ്റ്റ് എബിനലക്സ് ആയിരിക്കണം 2 മാസമൊക്കെ, പല സന്തോഷ് പാസ്റ്റ് ആയിരിക്കണം. ബാക്കിയുള്ളവരെല്ലാം ഷോർട്ട് ടൈം പോയിട്ട് വരുന്നവരില്ലേ. അപ്പം നമ്മളെ ദൈവമാക്കി. ഇന്നും പലർക്കും ഒരു കാര്യം കൂടെ പറയാം. ഐ നോ ദ ടൈം ഈസ് ഗെറ്റിംഗ് ഓവർ. ഒരു കാര്യം കൂടെ പറയാം. ഇന്നും പലരും അമേരിക്കയിലും കാനഡയിലും ഒക്കെ വന്നിട്ട് 20-30 വർഷമായി. പക്ഷേ അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ മെമ്പർഷിപ്പ് ഇന്ത്യയിലെയാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ മുഖത്തല സഭയിലെ മെമ്പറാണ്, അല്ലെ ഞങ്ങൾ അവിടുത്തെ, ഞാൻ മുത്തല എന്ന് പറഞ്ഞാൽ അതേ മാത്രമേ എനിക്ക് നാട്ടിൽ അറിയത്തുള്ളൂ ചർച്ച, അല്ലെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഇതുവരെയും മിസ്രൈമിൽ നിന്ന് വന്നിട്ടും മിസ്രൈം ഇപ്പോഴും ഉള്ളിലുള്ളതുപോലെ നമുക്കതിനകത്ത്. പക്ഷേ ഐ വാണ്ട് ടു ടെൽ യു, ദ മിഷൻ ഓഫ് ഇന്ത്യ ഈസ് ആബ്സൊല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഓൾസോ എംബ്രേസ് ദ ഫാക്ട് ദാറ്റ് മിഷൻ വെയർ ലോക്കലി ഗോഡ് ഹാസ് പ്ലേസ്ഡ് യു ഷുഡ് ബി ദ ഹാർട്ട് ബീറ്റ്, ഷുഡ് ബി യുവർ പാഷൻ. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന ആ ലോക്കൽ സ്ഥലത്തെ സുവിശേഷം അത് നിങ്ങളുടെ ഉള്ളിലെ പാഷനായി മാറട്ടെ. ഐ പ്രേ ആസ് 2025 comes in front of us, 2025 നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ദിസ് ഈസ് മൈ പ്രെയർ. നമ്മുടെ പ്രൈമറി പ്രെയർ ആൻഡ് ഗോൾ ഷുഡ് ബി, Lord, I want to see the word of God spread in my city. അപ്പോൾ ഇവിടെ എന്താണ് ആ വാക്യം? 49ാമത്തെ വാക്യം. ഇതാണ് നമ്മുടെ SFCRന്റെ ഈ ടേമിൽ തന്നിരിക്കുന്ന തീം. The word of Lord spread through the whole region. ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയണം നിങ്ങളുടെ കൗണ്ടിയിൽ എത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോവിൻസിൽ എത്ര സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് പറയണം, കർത്താവ് ഈ പ്രോവിൻസിൽ, ഈ സിറ്റി മുഴുവൻ നിന്റെ വചനം എന്ത് ചെയ്യണം? സ്പ്രെഡ് ആകണം, വ്യാപിക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറയിൽ നമ്മളൊരു ശക്തമായ ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബിഫോർ ഐ തിങ്ക് നെയ്റ്റ് ഈസ് ഗോയിങ് ടു കം ബാക്ക്, ഐ ഗസ് സിംഗ് എ സോങ്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഐ വാണ്ട് ടു പ്രേ ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. Let's pray. Let's commit ourselves into the hands of God this evening. I just want to leave this word with you that hallelujah, as a new year is approaching, നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തേക്കാം, നമുക്ക് ഒത്തിരി പ്ലാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്ലാനിൻ്റെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്, ദ സെൻട്രൽ ഫോക്കസ് പോയിന്റ് എന്തായിരിക്കണം? കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ ഐ ബി ബെനിഫിഷ്യൽ ഫോർ യുവർ കിങ്ഡം? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ആഹ്വാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, we are praying for everyone who attended this meeting. I pray that there will be a passion ignited deep inside of us. There will be a fire deep inside of us. We will not only speak about these things, but we will have a genuine action about what is happening. കർത്താവേ, ഞങ്ങളുടെ ചുറ്റും ഒരു വലിയ ജനസമുദ്രം പോലെ ഒരു വലിയ ജനക്കൂട്ടം കർത്താവേ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. We are praying for Canada. As this is a Canada meeting, we are praying for America. We are praying for the entire North America, Katave. Lord, we pray that you will send a revival. We pray that our churches will witness a mighty hand of God. Katave, ഞങ്ങളുടെ ടൊറന്റോയിലെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാമിൽട്ടൺ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോ SFCന്റെ ചർച്ചസിനും കൂടുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ കർത്താവെ നിന്റെ കരം നീട്ടി രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവെ, അല്ലെങ്കിൽ ഒരു വലിയ എക്സ്പാൻഷൻ സംഭവിക്കട്ടെ. ഒരു കൺസ്ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്താവെ കൺസ്ട്രെയിനിങ് സ്പിരിറ്റിനെ കർത്താവെ, I rebuke it in the name of Jesus, and I pray that all our churches are going to experience a new level of expansion. I declare it in the name of Jesus, and I pray that if your coming tarries, we are going to see a greater movement in the realm of missions in our organization. ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കും. We praise you, we thank you for everything. In Jesus' name we pray. Amen. Amen.